السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. അനുരാഗമാണ് യഥാർത്ഥത്തിൽ ധ്യാനത്തിന്റെ ആത്മാവ്. ഇഷ്കും ധ്യാനവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. പ്രേമിക്കുന്നവനും പ്രേമിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സ്വകാര്യ കൂടിക്കാഴ്ച ഭൗതികതയ്ക്ക് അവിടെ ഒട്ടും സ്ഥാനമില്ല. ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഒഴിച്ച് ബാക്കി സർവ്വതിനെയും നീക്കം ചെയ്യുകയാണതിൽ യഥാർത്ഥ ഇഷ്കിന്റെ സ്വഭാവവും അത് തന്നെയാണ്. കവിവാക്യം നോക്കൂ. അനുരാഗം എന്നതൊരു തീനാളമാണ്. അതെങ്ങാനും ശരീരത്തിലേക്ക് ചേക്കേറിയാൽ പ്രണയഭാസനമല്ലാത്ത സർവസ്വത്തെയും അത് ഭസ്മമാക്കി കളയും. മറ്റൊരു പേർഷ്യൻ കവിവാടി തനക്ക് മുകളിൽ വാളുകൾ പേമാരി കണക്കെ വീണാലും സ്നേഹിതന്റെ ഖല്ലിയിൽ നിന്ന് മുഖം തിരിക്കാത്തവനാണ് യഥാർത്ഥ അനുരാഗി. ഒരു കാലത്ത് സുഖാഡംബരത്തിന്റെ പറുദീസയിൽ ആറാടി നടന്നിരുന്ന ബൽക്കാ ചക്രവർത്തി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയാന്തരത്തിലേക്ക് എപ്പോഴോ ഇഷ്ക് കയറി കൂടിയപ്പോൾ കുടുംബാദികളെയും രാജസിംഹാസനം വിട്ടെറിഞ്ഞ് ധ്യാന നിരതനാവാൻ കൊടും കാടുകളിലേക്ക് ഇറങ്ങിയ മഹാനവറുകൾ തന്റെ ഹൃദയം തൊട്ട് പാടിയ വരികൾ നടയെ പറഞ്ഞ യഥാർത്ഥത്തിന് ഉദാഹരണമാണ്. തറക്തുൽ ഖൽക തുറം ഫീ റിദാക വഅയ്തതുൽ ഇയാല ലകൈ അറാക. നാദാ, നിന്റെ പ്രീതി പ്രതീക്ഷിച്ച് എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, നിന്നെ ദർശിക്കാൻ മോഹിച്ച് കുടുംബക്കാരെ അനാഥരാക്കി. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ മേഖല. അവയെ ശക്തിയുക്തം നേരിടുന്നതിലാണ് ധ്യാനത്തിന്റെ വിജയം. അതുകൊണ്ട് തന്നെ ശാരീരികേച്ഛകൾക്കെതിരെയുള്ള പോരാട്ടവേദിയായി ധ്യാനത്തെ നമുക്ക് ദർശിക്കാം. ആത്മാവാണ് അവിടുത്തെ യോദ്ധാവ്, ശരീരേച്ഛകൾ ശത്രുവും, ആയുധം ധ്യാനവും. ഈ യുദ്ധത്തെ കുറിച്ചാണ് അൽ ജിഹാദുൽ അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചത്. ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുത്തവർക്കല്ലാതെ അതിൽ വിജയിക്കാനാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.